ഹലോ ഗൈസ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്ത് ബർത്ത്ഡേ എന്ന് നൈനുവിന് ഒരിടത്തും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നൈനുവിന് സർപ്രൈസ് ആയിട്ട് ഒരു സ്ഥലം വരെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേ. വേറൊരിടത്തുമില്ല, നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലുള്ള സ്നോ മേനിയിലാണ്. കുറച്ച് നാളായിട്ട് അവൾ പറയുന്നുണ്ട്, അതുകൊണ്ട് ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചേ. അങ്ങനെ കാറൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ് കേട്ടാ. അങ്ങനെ സ്നോ മേനിയിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറി ജാക്കറ്റും ഷൂവും സോക്സും എല്ലാം അവിടെ നിന്നൊക്കെ ഇട്ട് നമ്മളതൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ റിയാസിനെ കണ്ട്. അപ്പം അവൻ്റെ പ്രഹസനാണ് ഇതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ പെൺ ക്യൂനുകളെയും കൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണേ. അപ്പം ഇതാണ് ഉള്ളിലുള്ള കാഴ്ച. തിരക്കേടില്ല, കൊള്ളാം. പക്ഷേ നമുക്ക് ഒരുപാട് സമയം ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ലേ. നമ്മൾ ഈ മണാലിയിലും അന്റാർട്ടിക്കയിലും ഒന്നും അല്ലാത്തതുകൊണ്ട് മാക്സിമം പോയാൽ ഒരു 1/2-3/4 മണിക്കൂർ അത്രേ പറ്റൂ. അതിനിടയ്ക്ക് തന്നെ നമ്മൾ തണുത്ത് വിറച്ചൊരു പരുവാവും, കാലൊക്കെ ഐസാവും. അങ്ങനെ അതിനകത്ത് കയറി സ്നോയൊക്കെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞ് ഇത് അതിനകത്തേനുള്ള ചെറിയ റൈഡും കാര്യങ്ങളുമാണ്. അപ്പൊ ഇതിലൊക്കെ രണ്ടുപേരെ ഇരുത്തി നിരക്കിയിട്ട് ഇഗ്ലൂയിലൊക്കെ കയറി ഊഞ്ഞാലിലൊക്കെ ഇരുത്തി ആട്ടി തൂക്കുപാലത്തിലൊക്കെ കയറി. പിന്നെ ഈ തൂക്കുപാലത്തിൽ കയറുമ്പോൾ ഒന്ന് നേരെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ മൂടും കുത്തനെ താഴെ വീഴും. സംഭവം വലിയ തിരക്കേടില്ല. പിന്നെ അഡൽസിന് 550 കിഡ്സിന് 450 ടിക്കറ്റ് റേറ്റ്. പിന്നെ ഒരുപാട് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് അതിന്റെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ്. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. ഇതിനകത്താണ് ഈ പരിപാടികളൊക്കെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിനകത്തുനിന്ന് പുറത്തിറങ്ങി നല്ല വിശപ്പായിരുന്നു. പിന്നെ നൈനുവിന് ഒരു KFC, ഞങ്ങളൊരു തന്തൂരിയും അതിനകത്ത് നിന്ന് തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും വിഷ്ണു വന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് സിനിമ കൂടെ കണ്ടിട്ട് പോകുന്നുള്ള പ്ലാനാണ്. അങ്ങനെ താഴെ എത്തിയപ്പോഴത്തേക്കും നൈനുവിന് ഒരേ വാശി, ഒരു സാധനം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളുടെ അടിയും പിടിയൊക്കെ കഴിഞ്ഞ് നേരെ സിനിമ കയറി. പതിവ് പോലെ തന്നെ നൈനു എന്റെ നെഞ്ചു കിടന്ന് ഉറങ്ങാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഇന്റർവെല്ലായപ്പോഴത്തേക്കും കണ്ടില്ലേ, പുള്ളിക്കാരി ഭയങ്കര ഉറക്കത്തിലാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ചെറിയ വിശപ്പടിച്ച് നേരെ വെൺപാലവട്ടത്തുള്ള ഇമ്പീരിയൽ കിച്ചണിൽ കയറി ഫുഡും കഴിച്ച് പിന്നൊന്നും നോക്കിയില്ല, തിരിഞ്ഞിക്കാതെ വീട്ടിൽ എത്തി.